നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 150-ാം രക്തസാക്ഷി ദിനം ആചരിച്ചു. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മാന്നാറിൽ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ, ഗായകൻ P ജയചന്ദ്രൻ എന്നിവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുസ്മരണം നടത്തി. മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയിൽ നടന്ന പരിപാടി ഡോക്ടർ പ്രിയ ദേവദത്ത് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരി MES സെൻട്രൽ സ്കൂളിന്റെ 34ാമത് വാർഷികാഘോഷം നടന്നു. മോട്ടിവേഷൻ സ്പീക്കർ നൂർ ജലീല ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം എടവണ്ണ സീതി ഹാജി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിതം മധുരം ശില്പശാല സംഘടിപ്പിച്ചു. വൈസ് കിഡ് ക്ലബിന്റെയും ഗണിത ക്ലബിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശില്പശാല ശ്രീകല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് കൊടിയേറി. താന്യം സെന്റ് പീറ്റേഴ്സ് ഇടവക വികാരി റവറൻ ഫാദർ പോൾ കള്ളിക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മലപ്പുറം കൂട്ടായി പടിഞ്ഞാറേക്കരയിൽ പാലിയേറ്റീവ് രോഗികൾക്കായി സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തും ടൗൺ ടീം ചാരിറ്റി ക്ലബ് പൈങ്കണ്ണൂരും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തൊടി ഉദ്ഘാടനം ചെയ്തു. പാൻ ഇന്ത്യൻ ലെവലിൽ തരംഗമായി ഉണ്ണിമൂന്നൻ ചിത്രം മാർക്കോ. റിലീസ് ചെയ്ത് 3 ആഴ്ച പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ ബോളിവുഡ് കളക്ഷൻ 5 കോടി കടന്നു. ചൈനയിലും തരംഗമായി വിജയ് സേതുപതി ചിത്രം മഹാരാജ. ചിത്രം ഇതുവരെ നേടിയത് 100 കോടിക്ക് മുകളിൽ കളക്ഷൻ. ചൈനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ആദ്യ തമിഴ് ചിത്രമായി മാറിയിരിക്കുകയാണ് മഹാരാജ.